ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർ മറക്കാതെ ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട 2 സെറ്റിംഗ്സുകളാണ് ഇത് നിങ്ങൾ ഉറപ്പായും ചെയ്തു വെക്കണം. അത്രയും പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇത്. കോട്ടയംകാരന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് എത്തിച്ചേരുകയുള്ളൂ. ഒരു ലൈക്കും ചെയ്യണേ. ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്രോമിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നേരെ മുകളിലായി 3 ഡോട്ട് കാണും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സിന്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ താഴെയായിട്ടുള്ള സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായി കാണുന്ന നോട്ടിഫിക്കേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷന് നേരെ താഴെയായി കാണുന്ന എംബഡ് കണ്ടന്റ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഓഫായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി യൂസ് ഐഡിയും പാസ്വേഡും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയി യൂസ് ഐഡിയും പാസ്വേഡും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആക്കി ഇടേണ്ടതുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ യൂസ് ഐഡിയും പാസ്വേഡും സേവ് ചെയ്യണമെന്ന് ആ സൈറ്റ് നോട്ടിഫിക്കേഷനായി ചോദിക്കും. അപ്പോൾ നിങ്ങൾ യെസ് കൊടുത്താൽ മതി. ഇത് നിങ്ങളോട് ചോദിക്കുവാനുള്ള ഓപ്ഷനാണ്. ആ സമയത്ത് മാത്രം നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി.